Everyone, introduction to trigonometry exercise 8.2 first question first part. Evaluate the following: sin 60 cos 30 plus sin 30 cos 30. The sin cos values ഉള്ളത് ഓർമ്മിക്കാനൊരു ഈസി മെത്തേഡ് 1/2 1/√2 √3/2 എന്ന് ഓർമ്മിച്ചാൽ മതി. ഈ ഓർഡറിൽ 1/2 1/√2 √3/2. അപ്പോൾ ഇവിടെ മേലെ നമുക്ക് സൈനിൻ്റെ വാല്യൂസ് ചെയ്ത് സൈൻ 30 ആണ് 1/2, സൈൻ 45 ആണ് 1/√2, സൈൻ 60 ആണ് √3/2. ഓക്കെ, ഇനി കോസിൻ്റെ വരുമ്പോൾ കോസിൻ്റെ 30 കോസ് 30 is √3/2, കോസ് 45 1/√2, കോസ് 60 ആണ് 1/2. ഇവിടെ ഇൻക്രീസിങ് ഓർഡറിൽ, ഇവിടെ നേരെ ഡിക്രീസിങ് ഓർഡറിൽ 60 45 30യുടെ 30 45 60. അപ്പോൾ ഈ ഓർഡർ ഓർമ്മിച്ച് വെച്ചാൽ 1/2 1/√2 √3/2. അപ്പോൾ ഇതിൽ ഇനിയിപ്പം സീക്കും കൊസീക്കും വേണമെങ്കിൽ സൈനും കോസും നോക്കിയിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ ഈ ഓർഡർ മാത്രം ഓർമ്മിച്ച് വെച്ചാൽ 1/2 1/√2 √3/2. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ 60 ആണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. സൈൻ 60 കോസ് 30, സൈൻ 60 √3/2, പിന്നെ കോസ് 30 അഗെയിൻ √3/2 എന്ന്, പ്ലസ് സൈൻ 30 1/2 കോസ് 60 1/2 എന്ന്. ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √3 ഇൻറ്റു √3 3i ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2 ഇൻറ്റു 2 is 4, പ്ലസ് 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 2 4, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ് 4, 3 പ്ലസ് 1 ഇൻ ദ ന്യൂമറേറ്റർ, 3 പ്ലസ് 1 4i, രണ്ടും ഡിവൈഡ് ചെയ്യാം, അപ്പം 1 എന്ന ആൻസർ കിട്ടും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. Okay, any second question. 2 tan square 45 plus cos square 30 minus sin square 60. ഞാൻ ഇവിടെ ടാൻ ചോദിച്ചിട്ടുണ്ട്. സീക്കിൻ്റെ സൈൻ്റെ നമ്മൾ ഈ ഓർഡർ 1/2 1/√2 √3/2 ആണ്. ഇനി ടാൻ്റെ ആണെങ്കിൽ 1/√3 ആണ് ടാൻ 30, 1/√3 ടാൻ 30, 1 ടാൻ 45 ആണ്, പിന്നെ √3 ടാൻ 60. ഓക്കെ, ഇതാണ് ടാനിൻ്റെ വാല്യൂസ്. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. 2 ടാൻ സ്ക്വയർ 45, 2 അവിടെ ഉണ്ട്, ടാൻ സ്ക്വയർ 45, ടാൻ 45 എന്താണ് 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ എടുക്കും, 1 സ്ക്വയർ ഇസ് 1 itself, പ്ലസ് ഇനി കോസ് സ്ക്വയർ 30, കോസ് 30 എന്താണ് √3/2, √3/2 ദ ഹോൾ സ്ക്വയർ ചെയ്യണം, √3/2 ദ ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് പിന്നെന്തുള്ളത്, സൈൻ 60, സൈൻ 60 √3/2 തന്നെ, സ്ക്വയർ ഉള്ളതുകൊണ്ട് ഹോൾ സ്ക്വയർ ചെയ്തു. ഇനി ഇവിടെ എന്ത് കിട്ടുന്നത് 2 പ്ലസ് √3/2 എന്ന് പറയുന്നത് √3/2 ദ ഹോൾ സ്ക്വയർ മീൻസ് √3 ഇൻറ്റു √3 3/4 മൈനസ് 3/4. 3/4 മൈനസ് 3/4 എന്താ 0 ആണ്. ഇവിടെ ആൻസർ 2 മാത്രം. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ. കോസ് 45 സീക്ക് 30 പ്ലസ് കൊസീക്ക് 30. കോസ് 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് 45 വരുന്നത് 1/√2, 1/√2 ഡിവൈഡഡ് ബൈ സീക്ക് 30. സീക്കിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കോസിൻ്റെ ഓർമ്മിച്ചാൽ മതി. കോസ് 30 എന്താണ് √3/2, അതിൻ്റെ റെസിപ്രോക്കൽ 2/√3. ഓക്കെ, പ്ലസ് കൊസീക്ക് ആണെങ്കിൽ സൈൻ്റെ പേരാണ്, സൈൻ 30 എന്താ, സൈൻ 30 is 1/2, അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2. ഓക്കെ, ആ ടേബിളായിട്ട് ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഇത് മാത്രം ഓർമ്മിച്ച് വെക്കാം കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു, സിംപ്ലിഫൈ ചെയ്യണം, 1/√2 ഇൻ ദ ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ പാർട്ടിൽ
√3 പ്ലസ് 2 വന്നു. 2/√3 പ്ലസ് 2. അപ്പോൾ ഇവിടെ എന്ത് വരും? നമുക്ക് √3 വേണം. അപ്പോൾ മേലെ നമ്മൾ √3 കൊണ്ട് മാറ്റുന്നത്. അപ്പോൾ 2 പ്ലസ് 2√3 എന്ന ന്യൂമറേറ്റർ √3 ആണ് അതിൻ്റെ LCM വരുന്നത്. ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/√2 മൾട്ടിപ്ലൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ √3 ന്യൂമറേറ്ററിലും 2 പ്ലസ് 2√3 കിട്ടും. ഓക്കെ, ഇനി ഇതിന് ഫർദർ സിംപ്ലിഫൈ ചെയ്യണം. അപ്പം √3 ന്യൂമറേറ്ററിലുണ്ട്, ഡിവൈഡഡ് ബൈ ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഒരു 2 നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ 2 ഇൻറ്റു √2 ആദ്യമുള്ള ഇവിടെ ഇൻറ്റു 1 പ്ലസ് √3 വരും. ഓക്കെ, ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇറാഷണൽ നമ്പർ ഡിനോമിനേറ്ററിൽ വരാൻ പറ്റില്ല. ഓക്കെ, അപ്പം റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ നമ്മളെങ്ങനെ ചെയ്യും? √3 ന്യൂമറേറ്ററിലുണ്ട്, അതവിടെ നിന്നോട്ടെ. ഇവിടെ 2 ഇൻറ്റു √2 ഇവിടെ ഒരു ഇറാഷണൽ നമ്പർ. അതിനെ റാഷണലൈസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇൻറ്റു √2 മൾട്ടിപ്ലൈ. അപ്പോൾ 2√2 ഇൻറ്റു 1 പ്ലസ് √3 ആദ്യം ഉള്ളത്. ഈ √2ന് റാഷണലൈസ് ചെയ്യാൻ വേണ്ടി √2 ഇൻറ്റു √2 മൾട്ടിപ്ലൈ ചെയ്യും. ഇനി 1 പ്ലസ് √3ന് റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മൈനസ് √3. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്. ആ ഒരു ടേമിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ബോത്ത് ഇൻ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതണം. √3 ഇൻറ്റു √2 √6 വരും. റൂട്ടായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ √2 ഇൻറ്റു √3 ഇൻറ്റു √2 ഇസ് √6. പിന്നെ ന്യൂമറേറ്ററിലത് 1 മൈനസ് √3. അതാണ് ഇങ്ങോട്ടെ, കുഴപ്പമില്ല. ഇനി അടുത്ത ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്, അതാണ് ഇങ്ങോട്ടെ. √2 ഇൻറ്റു √2 2y. പിന്നെ 1 പ്ലസ് √3 ഇൻറ്റു 1 മൈനസ് √3. 1 പ്ലസ് √3 ഇൻറ്റു 1 മൈനസ് √3 ഏത് ഫോമാണ്? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം, വിച്ച് ഈസ് ഈക്വൽ ടു a² മൈനസ് b² അല്ലേ? ഓക്കെ, അപ്പോൾ അത് എഴുതുമ്പോൾ എന്താവും? 1² a² എന്ന് പറയുന്നത് 1² മൈനസ് √3 സ്ക്വയർ വരും. ഓക്കെ, ന്യൂമറേറ്ററിലൊന്നും ചെയ്യാനില്ല. √6 ഇൻറ്റു 1 മൈനസ് √3 അത് റാഷണൽ നമ്പർ വരുന്ന കുഴപ്പമില്ല. ഡിനോമിനേറ്ററിൽ മാത്രമേ ആ പ്രശ്നമുള്ളൂ. അപ്പോൾ 2 ഇൻറ്റു 2 4 ഉണ്ട്. പിന്നെ ഇവിടെ എന്തല്ലേ? 1 മൈനസ് √3 ഇൻറ്റു √3 എന്താ? 3 ആണ്. ഇറ്റ്സ് ഈക്വൽ ടു √6 ഇൻറ്റു 1 മൈനസ് √3 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1 മൈനസ് 3 എന്താ? -2. അപ്പോൾ 4 ഇൻറ്റു -2 आणि √6 ഇൻറ്റു 1 മൈനസ് √3 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ആണ്, 4 ഇൻറ്റു -2, അപ്പോൾ -8 വരും. ഇനി ഡിനോമിനേറ്ററിൽ ഒരിക്കലും നമ്മൾ മൈനസ് സൈനും വെക്കൂല. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇൻറ്റു -1 ഇൻറ്റു -1 ചെയ്യും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ -1നും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ √6 ഇൻറ്റു ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ടേംസൊക്കെ എന്താവും? സൈന് മാറും ഈ -1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പം 1 -1 ആവും. -√3 ഇൻറ്റു -1 √3 ആവും. അതുകൊണ്ട് അതിന് തിരിച്ചെഴുതിയത് √3 -1 എഴുതി. ഡിനോമിനേറ്ററിൽ എന്താ വരിക? -8 ഇൻറ്റു -1 ഇസ് 8. അപ്പോൾ റാഷണലൈസ് ചെയ്ത് പിന്നെ ഈ മൈനസ് സൈൻ വന്നുകൊണ്ട് അതും ഒഴിവാക്കി. ഇങ്ങനെ വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. sin 30 tan 45 മൈനസ് cosec 60, sec 30 പ്ലസ് cos 60 പ്ലസ് cot 45. കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ sin 30 ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. sin 30 എന്താണ്? sin 30 is 1/2 അല്ലേ? 1/2. tan 45 1 മൈനസ് cosec 60 ആണ്. cosec പറയുമ്പോൾ നമ്മൾ എന്തിനെ ഓർമ്മിക്കും? സൈൻ ഓർമ്മിക്കും. sin 60 √3/2. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ
മൈനസ് 2/√3 all divided by ഡിനോമിനേറ്ററിൽ സീക്ക് 30 അല്ല, സീക്ക് ആകുമ്പോൾ cos 30 ഓർമ്മിക്കുക. cos 30 √3/2 റെസിപ്രോക്കൽ 2/√3. ഓക്കെ, പ്ലസ് cos 60 is 1/2. പിന്നെ പ്ലസ് cot 45. cot അഗെയിൻ നമ്മളെന്താ, കോട്ടിൻ്റെ പേര് ആരാ, tan ആണ്. tan 45 1 ആണ്, അതിൻ്റെ 1ൻ്റെ റെസിപ്രോക്കൽ 1 ആണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂമറേറ്റർ 1/2 ആണ് അല്ലേ. sin 60 is 1/2. ഓക്കെ, ഒന്ന് കറക്റ്റ് ചെയ്യണേ, 1/2 ആണ്. അപ്പം ഇനി നമുക്കിവിടെ LCM കണ്ടുപിടിക്കണം. 2 ഉണ്ട്, ഇവിടെ ഒരു √2 ഉണ്ട്. അപ്പോൾ 2√3 ആണ് നമ്മൾ LCM വരാം. ഓക്കെ, ഏതാ ടേം ഇല്ലാത്തത് അത് ന്യൂമറേറ്ററിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇപ്പോൾ 2 ഉണ്ട്, √3 കൂടെ വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, √3നെ കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 1 ഉള്ളൂ, 2√3 ഇവിടെയും മേലും ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിൽ വരും. ഇവിടെ √3 ഉണ്ട്, 2 ഇല്ല, അപ്പോൾ 2 ഇവിടെ വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ LCM കണ്ടുപിടിച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ 2 ഉള്ളതുകൊണ്ട് √3നെ കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത്, ഇവിടെ ഒന്നുമില്ല, അപ്പോൾ 2√3 തന്നെ ന്യൂമറേറ്ററിൽ വരും. 1 അവിടെ ഉള്ള, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2√3 എന്ന് കിട്ടും. ഇനി √3 ഉണ്ട്, 2 ഇല്ല, അപ്പോൾ 2 × 2 മേലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 2 is -4 ഇത്രയും വരും. സിമിലർലി നമ്മൾ ഡിനോമിനേറ്റർ പാർട്ടിലും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെയും √3 2 1 അല്ല, അപ്പോൾ LCM വരെ 2√3. ഓക്കെ, പിന്നെ ഇവിടെ നോക്കുക, അതുപോലെ ഇവിടെ 2√3 √3 ഉണ്ട്, 2 ഇല്ല, അപ്പോൾ × 2 × 2 ഇവിടെ √3 ഇല്ല, √3 ഇവിടെ ഒന്നുമില്ല, 2√3 തന്നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ 2 ഇല്ല, അപ്പോൾ 4 + √3 + 2√3 കിട്ടും. ഓക്കെ, ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ √3 + 2√3നെ നമുക്ക് ആഡ് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് x + 2x പോലെ. അപ്പോൾ 3√3 അവിടെ വരും, -4 ചെയ്യാമെങ്കിൽ അവിടെ വെച്ചോ, ഡിവൈഡഡ് ബൈ 2√3 ഹോൾ ഡിവൈഡഡ് ബൈ 4 + √3 + 2√3. അവിടെയും √3 + 2√3നെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എത്ര വരും, 3√3 വരും. അപ്പോൾ 4 + 3√3 ഡിവൈഡഡ് ബൈ 2√3. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് അതിൻ്റെ ഈ മെയിൻ ഡിവിഷൻ സൈന് ഒഴിവാക്കാം. ഇപ്പോൾ a/b ഡിവൈഡഡ് ബൈ a/b ഹോൾ ഡിവൈഡ് ബൈ c/d അല്ലേ. ഇതിനെങ്ങനെ നമ്മൾ എഴുതാം, a/b ഇൻറ്റു റെസിപ്രോക്കലിന് c/d ബൈ ഡിനോമിനേറ്ററിന് റെസിപ്രോക്കൽ എടുക്കും, ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതുപോലെ എഴുതാൻ പോകാം. അപ്പം എന്താ വരാം, 3√3 -4/2√3 ഇൻറ്റു 2√3 ഇൻ ദ ന്യൂമറേറ്റർ, ഡിനോമിനേറ്ററിൽ 4 + 3√3 ഈ ഡിനോമിനേറ്ററിന് റെസിപ്രോക്കൽ എടുത്ത് 2√3നെ നമുക്ക് സെയിം ആയിട്ട് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇത് 2 ടേംസാണ്, മൾട്ടിപ്ലിക്കേഷൻ സൈൻ ആയതുകൊണ്ട് നമ്മളവിടെ ക്യാൻസൽ ചെയ്ത്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 1. 2√3/2√3 1 ആയി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് 3√3 - 4 ഡിവൈഡഡ് ബൈ 4 + 3√3. ഇവിടെ എന്ത് പ്രശ്നമുണ്ട്, ഇറാഷണൽ നമ്പറാണ് ഡിനോമിനേറ്ററിലുള്ളത്, അപ്പോൾ റാഷണലൈസ് ചെയ്യണം. എങ്ങനെ റാഷണലൈസ് ചെയ്യും, നമ്മൾ ഡിനോമിനേറ്ററിൽ ഇത് സെയിം ടേംസ് വിത്ത് ഡിഫറെൻറ്റ് സൈൻ, 3√3 പ്ലസ് സൈന് മൈനസ് സൈന്, അതേ ടേമിനെ കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഡിനോമിനേറ്റർ 4 + 3√3 ഇൻറ്റു
4 മൈനസ് 3√3 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതണം. അപ്പോൾ 3√3 ഇൻറ്റു 4 12√3 3√3 ഇൻറ്റു മൈനസ് 3√3 അത് എത്രയും തരാം 3√3 3 ഇൻറ്റു 3 9 വരും. √3 ഇൻറ്റു √3 എഗെയിൻ ഒരു 3യും കൂടി വന്ന് ഇപ്പോൾ 9 ഇൻറ്റു 3 27 വരും. ഓക്കെ, ഓരോ ടേം മൾട്ടിപ്ലൈ ചെയ്യുന്നത് 3 ഇൻറ്റു 3 9 √3 ഇൻറ്റു √3 3 27 മൈനസ് 27 വരാം ബിക്കോസ് ഇവിടെ മൈനസ് സൈൻ ഉണ്ട്. ഓക്കെ, അടുത്തത് മൈനസ് 4 ഇൻറ്റു 4 ഇസ് മൈനസ് 16 മൈനസ് 4 ഇൻറ്റു മൈനസ് നമുക്ക് സൈന് നോക്കാം ഫസ്റ്റ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 4 ഇൻറ്റു 3 12 ഇൻറ്റു √3 അപ്പോൾ 12 പ്ലസ് 12 √3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 4 ഇൻറ്റു 4 ഇസ് 16 a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇതത് ഫോം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം അല്ലേ. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എഴുതാം. എ സ്ക്വയർ എന്ന് പറയുന്നത് 4 സ്ക്വയർ. പിന്നെ സെക്കൻഡ് ടേം എന്താ 3 മൈനസ് 3√3 ദ ഹോൾ സ്ക്വയർ വരാം. ഓക്കെ, നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ നോക്കിയാൽ 12√3 പ്ലസ് 12√3 നമുക്ക് ആഡ് ചെയ്യാം. എത്ര വരും 24√3 12 പ്ലസ് 12 24√3. വേറെ ഏതെല്ലാം ടേംസ് ആഡ് ചെയ്യാം മൈനസ് 27 മൈനസ് 16 മൈനസ് മൈനസ് വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്യും വിത്ത് നെഗറ്റീവ് സൈൻ. 16 പ്ലസ് 27 ഇസ് 43 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 16 അവിടെ എഴുതാം. നമുക്ക് ഈ സെക്കൻഡ് ബ്രാക്കറ്റിലുള്ളത് 3√3 ഹോൾ സ്ക്വയറാണ്. അപ്പോൾ 3 ഇൻറ്റു 3 9 വരും. √3 സ്ക്വയർ ഇങ്ങനെ ഒരു 3യും കൂടി വരും. ദാറ്റ്സ് ഈക്വൽ ടു 27. അപ്പം മൈനസ് 27 കിട്ടും. അപ്പോൾ 24√3 മൈനസ് 43 നമുക്കൊന്നും ചെയ്യാനില്ല. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 16 മൈനസ് 27 16 മൈനസ് 27 എത്ര മൈനസ് 11 സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗർ നമ്പറിൻ്റെ സൈന് വന്നു. ഇങ്ങനെ നമുക്ക് ഈ മൈനസ് സൈന് ഡിനോമിനേറ്ററിൽ വേണ്ട. അപ്പം ഞാൻ എന്താക്കും മൈനസ് 1നെ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുക മൈനസ് വരുമ്പോൾ 43 മൈനസ് 24 ആ രണ്ട് ടേംസിൻ്റെ സൈന് മാറി. സൈൻ മാറിയോണ്ട് പോസിറ്റീവ് 43 ആണ് ഞാൻ ആദ്യം എഴുതി. നെഗറ്റീവ് 24 മൈനസ് 2√3 സെക്കൻഡ് നമ്പറായിട്ട്. മൈനസ് 11 ഇൻറ്റു മൈനസ് 1 ഇസ് 11. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 5 cos square 60 പ്ലസ് 4 sec square 30 മൈനസ് tan square 45 divided by sin square 30 plus cos square 30. ഓക്കെ, നമുക്കറിയുന്ന വാല്യൂസ് തന്നെയുള്ളത്. ഈക്വൽ ടു 5 ആദ്യം അവിടെ ഉണ്ട്. cos square 30 cos 30 എന്താ 1/2 1/2 മാത്രം മതിയില്ല. സ്ക്വയർ ഉണ്ട് അപ്പോൾ ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു സീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കോസിന് ഓർമ്മിക്കും. സീക്ക് 30 cos 30 √3/2 റെസിപ്രോക്കൽ 2/√3 2/√3 ദ ഹോൾ സ്ക്വയർ മൈനസ് tan 45 1 ആണ്. 1 സ്ക്വയർ ആകുമ്പോൾ 1 തന്നെ വരും. സ്ക്വയർ കിട്ടും. ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ 30 സൈൻ 30 എത്രയാണ് 1/2 1/2ൻ്റെ സ്ക്വയർ എടുക്കണം അവിടെ സ്ക്വയർ പ്ലസ് cos 30 √3/2 എങ്ങനെ കൂടിയും നമ്മൾ സ്ക്വയർ എടുക്കും. ഓക്കെ, ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി. 5 ഉണ്ട് 1/2 ഹോൾ സ്ക്വയർ 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഉണ്ട് 2 സ്ക്വയർ 4 ആയി. അപ്പോൾ 5/4 വരും ഇവിടെ പ്ലസ് 4 ഇൻറ്റു 2 സ്ക്വയർ 4 4 ഇൻറ്റു 4 16 ഡിവൈഡഡ് ബൈ √3 സ്ക്വയർ ഇസ് 3
മൈനസ് 1 സ്ക്വയർ 1 ഡിവൈഡ് ബൈ 1/2 സ്ക്വയർ എന്താണ് 1 സ്ക്വയർ ബൈ 2 സ്ക്വയർ 1/4 പ്ലസ് √3 ഇൻറ്റു √3 3/2 സ്ക്വയർ 4. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡിനോമിനേറ്റർ എന്താ വരാൻ നോക്കാം. 4 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ ഇവിടെ 1 ഉള്ളത്. 4 3 12 ആയിരിക്കും അവിടെ LCM. പിന്നെ 4 ഇൻറ്റു 3 ഈസ് 12, അപ്പോൾ 5 ഇൻറ്റു 3 15 വരും, പ്ലസ് 3 4s 12, 16 ഇൻറ്റു 4 16 ഇൻറ്റു 4 64 ആണ്, മൈനസ് ഇവിടെ ഒന്നുമില്ല, അപ്പോൾ 12നെ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ആണ്, അപ്പോൾ 12 ഇൻ ദ ന്യൂമറേറ്റർ. ഫ്രാക്ഷൻസിൻ്റെ നമ്മൾ ആഡ് ചെയ്യും. ഇനി ഡിനോമിനേറ്ററിൽ 4 തന്നെയാണ് ഡിനോമിനേറ്റർ 2 ടേംസിലുള്ളത്, അപ്പോൾ 1 + 3 വരും. ഓക്കെ, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 15 + 64 മൈനസ് 12 ചെയ്യണം. എത്ര കിട്ടും? 52. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 67 ആണ് കിട്ടുക. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഡിവൈഡഡ് ബൈ 12, ഡിനോമിനേറ്റർ പാർട്ടിൽ 1 + 3 is 4/4 വരും. 4/4 is 1. അപ്പം ഈ ഡിനോമിനേറ്റർ പാർട്ട് 1 ആയി, അപ്പോൾ നമുക്ക് വെറും 67/12 മാത്രമാണ് ആൻസറായിട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു.